അതിവിചിത്രമായ ഒരു കുറ്റകൃത്യത്തിന്റെ കഥയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത്. രണ്ട് ചെറുപ്പക്കാരെ ഓണത്തിന് വീട്ടിലേക്ക് വിളിച്ച് അതിക്രൂരമായി മർദ്ദിച്ച കഥ. കുഴഞ്ഞുമറിഞ്ഞ് ആകെ ദുരൂഹത നിറഞ്ഞതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. പത്തനംതിട്ട കോയിപ്പുറത്തെ ആ വീട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? എന്തിനാണ് ആ ദമ്പതികൾ ഈ ക്രൂരത ചെയ്തത്? ജനനേന്ദ്രിയത്തിൽ 23 തവണ സ്റ്റാപ്ലർ പിൻ അടിക്കാൻ മാത്രം എന്ത് വൈരാഗ്യമാണ് ജയേഷിനും ഭാര്യ രശ്മിക്കും ആ ചെറുപ്പക്കാരോട് ഉണ്ടായിരുന്നത്? തിരുവോണ ദിവസം രാത്രിയിൽ പത്തനംതിട്ട റാന്നി സ്വദേശിയായ യുവാവിനെ ചെറുകോൽ പൂതമൺ പാലത്തിന് സമീപം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതിൽ നിന്ന് തുടങ്ങിയതാണ് സംഭവങ്ങളുടെ പരമ്പര. പരിക്കേറ്റ യുവാവിനെ ഓട്ടോ തൊഴിലാളികളാണ് ആശുപത്രിയിലെത്തിച്ചത്. പരിശോധിച്ച ഡോക്ടറാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കോയിപ്പുറം സ്വദേശികളായ ജയേഷും ഭാര്യ രശ്മിയും അറസ്റ്റിലായി. അതുവരെയുള്ളത് ഇപ്പോഴും ചുരുളഴിയാത്ത കുറേയേറെ ദുരൂഹതകളാണ്. ഇലന്തൂരിലെ നരബലിക്ക് ശേഷം പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യം. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ദമ്പതിമാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ റാന്നി സ്വദേശിയായ യുവാവുമായുള്ള സംഭാഷണമാണ് ആദ്യം പുറത്തു വന്നത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാവിനെ മർദ്ദിച്ചു എന്നായിരുന്നു ആദ്യം കരുതിയത്. തന്റെ സുഹൃത്തായ ജയേഷ് ഓണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവ് പറയുന്നത്. എങ്ങനെ നമ്മൾ ട്രാപ്പിൽപ്പെടുന്ന ജയേഷ് ഓണത്തിന് വരുമ്പോ വീട്ടിലോട്ട് വരണം. ജയേഷിന്റെ വൈഫ് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവന്റെ വൈഫ് എന്നെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിക്കും. അങ്ങനെ നോർമൽ ഒരു സൗഹൃദ ബന്ധമാണുള്ളത്. വിളിച്ചിട്ട് ഓണത്തിന് വീട്ടിലേക്ക് വരണം, വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം എന്നുള്ള രീതി, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം, ഓണം അടിപൊളിയാക്കാന്ന് കണ്ടാണ്. ഓണത്തിന് ഞങ്ങൾ ഒരു 4 മണിയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്കത്തെ ഓണം പരിപാടിയെല്ലാം കഴിഞ്ഞ് ജയേഷിന്റെ അടുത്തേക്ക് പോയി. സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെപ്പർ സ്പ്രേയും വേറെ എന്തൊരു സ്പ്രേയും കൂടെ കൂട്ടി എന്റെ മുഖത്തടിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു. നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല. പെപ്പർ സ്പ്രേയുടെ ആക്കാവും പിന്നെ ബാക്കി പെട്ടെന്നുള്ള മർദ്ദനത്തിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ട്. അന്നേരം രശ്മി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ ലൈംഗിക ബന്ധത്തിലായിരുന്നു, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറയുന്നത്. എന്റെ അടുത്ത് നീ ഇത് സമ്മതിച്ചു തന്നില്ല, ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല, ഇവിടെ കുഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അത് ലൈംഗിക കിട്ടിയ പീഡനം പറഞ്ഞു കഴിഞ്ഞാൽ രശ്മിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ജയേഷ് ബന്ധപ്പെടുന്ന ആയുധങ്ങൾ, ഓരോ സാധനങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എടുത്തുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കുക, കൊടുത്തിട്ട് രശ്മി എടുത്തുകൊണ്ട് വരും, ജയേഷ് ചെയ്യും. ഇത് മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രശ്മിയാണ്. രശ്മിയുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. മർദ്ദനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു മനുഷ്യനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എന്റെ നഖം വരെ നഖം പിഴാൻ നോക്കിയിട്ട് അതിനിടയ്ക്ക് മുട്ടുസൂചി അടിച്ചു കയറ്റുമായിരുന്നു. 5 വിരലിൽ മുട്ടുസൂചി അടിച്ചു കയറ്റുമായിരുന്നു. സ്റ്റാപ്ലറിന്റെ പിന്നടിച്ചോ? പിന്നടിച്ചു. എന്നെ പെൻസ് വലിച്ചു പിടിച്ചിട്ട് സ്റ്റാപ്ലറിന്റെ പിന്നടിച്ച് പുറത്ത് മൊത്തം. അത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കുറെ പകുതി കൂടുതൽ റിമൂവ് ചെയ്യുന്നത്. ബാക്കി ഭാരത് ഹോസ്പിറ്റലിലാണ് റിമൂവ് ചെയ്യുന്നത്. എന്റെ നട്ടലിന് പൊട്ടലുണ്ട്, വാരിയലിന് പൊട്ടല്. ജീവൻ തിരിച്ചു കിട്ടി, അത്രയേ ഉള്ളൂ. അതുപോലെ അവന്റെ അവസ്ഥ. അവന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല. കൈ കെട്ടി ഇട്ടിട്ട് കമ്പി പഠിക്കാനുള്ള അടിയായിരുന്നെന്ന് പറഞ്ഞ് പുറത്തും കാലിന് നടുവിനും പിന്നെ സർജിക്കൽ ബ്ലേഡ് ഇങ്ങനെ പെടലിയെ വെച്ചിട്ടാ ഇത് നീ വെളിയിൽ പറയുവോ, നീ പോലീസിൽ പറയാനൊരുങ്ങിയ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കുഴിച്ച് മൂടത്തേ ഉള്ളെന്ന് പറഞ്ഞു. നിന്നെ സെപ്റ്റി ടാങ്കിൽ തല്ലുമെന്ന് പറഞ്ഞ് കൊന്ന്. എൻ്റെ മോൻ എന്നോട് അങ്ങനെയാ പറഞ്ഞു. എൻ്റെ കൊച്ചെ, എനിക്ക് നിങ്ങളുടെ മുഖം ഓർത്ത് ഞാൻ അഭിനയിച്ച് കിടന്നെന്ന് പറഞ്ഞ് എനിക്ക് തീരെ വയ്യാത്ത പോലെ. എടാ യേശ, നീ എന്നെ ഒന്നും ചെയ്യണ്ട, ഞാൻ ആരോടും ഒന്നും പറയുകയല്ല, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പൊക്കൂ, ഞാൻ ആരോടും ഒന്നും പറയുകയല്ലെന്ന് പറഞ്ഞ്. ഞാനിങ്ങനെ ഇവിടുന്ന് മോനെ കാണാഞ്ഞിട്ട് ഞാൻ വിളിച്ച വൈകിട്ട് സന്ധ്യയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കിന് ഈ ജയേഷാ ഫോണെടുത്ത്. ഞാൻ ചോദിച്ചു, മോനെ അവൻ എന്ത് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നോ, ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ, അത് ലക്ഷ്മീനെ അവിടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് അവൻ അങ്ങോട്ടൊന്ന് പോരിക്കുക, അന്നേരം ഇവനെ മർദ്ദിച്ചുകൊണ്ടിരിക്കും അവര്. മോൻ പറഞ്ഞു വായിക്കകത്ത് എന്തോ ഇട്ട് കെട്ടി, ഇങ്ങനെ മൊത്തം വട്ടം കെട്ടി വെച്ച് വായിക്കകത്ത് തുണി തൂർത്തി കയറ്റി. ഇവര് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളു. അല്ലാതെ ഇവൻ വെളിയിലിറങ്ങി നിന്ന് ആരെയൊക്കെയോ അവൻ വന്നിട്ടുണ്ട്, ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്, ഇവൻ എന്തെങ്കിലും ഷോ കാണിക്കുവാണെങ്കിൽ ഉടനെ ലീക്കാക്കിയേക്കണം എന്നൊക്കെ ഫോണിനകത്തൂടെ പറയുന്നത് കേൾക്കാവെന്ന് പറഞ്ഞു. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ജയേഷും ഭാര്യ രശ്മിയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിവരവും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട വിവരവും പുറത്തുവന്നു. റാന്നി സ്വദേശിക്ക് മാത്രമല്ല, ആലപ്പുഴക്കാരനായ മറ്റൊരു യുവാവിനും ഈ ദമ്പതികളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്ന വിവരം കൂടി വന്നതോടെ ആശങ്കയേറി. ഈ മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ആദ്യ സംഭവം. ബാംഗ്ലൂരിൽ നിന്നെത്തിയ 19-കാരനാണ് കെണിയിൽ അകപ്പെട്ടത്. രണ്ടാമത്തെ സംഭവം തിരുവോണ ദിവസം വൈകുന്നേരം 5-ന് സൗഹൃദപൂർവ്വം വിളിച്ചു വരുത്തിയ 30-കാരനെ കൊടിയ പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു ദമ്പതികൾ.
മർദ്ദനത്തിന്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ച് അവ്യക്തത ഇരട്ടിച്ചു. ഹണി ട്രാപ്പാണോ ആഭിചാരമാണോ എന്ന സംശയങ്ങൾ ഉയർന്നു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതോടെ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത വന്നു. ഭാര്യ രശ്മിയുമായി റാന്നി സ്വദേശിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന ജയേഷിന്റെ സംശയമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റാന്നി സ്വദേശി ജയേഷിന്റെ സുഹൃത്താണ്, ഒപ്പം ജോലി ചെയ്തയാളാണ്. അയാൾക്ക് സ്വന്തം ഭാര്യയുമായി രഹസ്യബന്ധമുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ജയേഷിന് സംശയമുണ്ട്. ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ യുവാവിന്റെ പക്കലുണ്ടെന്നും സംശയിച്ചു. തിരുവോണ ദിവസം വൈകിട്ട് 6 മണിയോടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിൽ കയറിയ ഉടനെ ജയേഷ് യുവാവിന് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. ബന്ധനത്തിലാക്കി. പ്ലാസ്റ്റിക് കയറുകൊണ്ട് ഉത്തരത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിച്ചു. ഇരുമ്പ് വടികൊണ്ട് വാരിയല്ലും നട്ടല്ലും അടിച്ചു പൊട്ടിച്ചു. പൈപ്പ് റേഞ്ചർ കൊണ്ട് മുട്ടിനടിച്ചു. കാൽവിരലുകളിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം പിടിച്ചുവെച്ച് 23 തവണ സ്റ്റാപ്ലർ അടിച്ചു. അവശനായ ശേഷം 8 മണിയോടെ ജയേഷും രശ്മിയും അവരുടെ ഇടയിലിരുത്തി യുവാവിനെ സ്കൂട്ടറിൽ കൊണ്ടുപോയി റോഡിൽ ഉപേക്ഷിച്ചു. അവിടെ വെച്ച് മർദ്ദിച്ചു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. യുവാവിന്റെ കോഴഞ്ചേരിയിലെ കാമുകിയുടെ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്ന് പുറത്തു പറയണമെന്നും ജയേഷ് നിർദ്ദേശിച്ചു. ഇതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. അപ്പോഴും ഉയരുന്ന സംശയം, രഹസ്യബന്ധം കണ്ടുപിടിച്ചതിന്റെ പ്രതികാരമെങ്കിൽ ഭർത്താവിനൊപ്പം ക്രൂരമർദ്ദനത്തിൽ രശ്മിയും എന്തിന് പങ്കാളിയായി എന്നാണ്. ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇനിയും ബാക്കി. ഇപ്പം നിലവിൽ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. പറയാൻ പറ്റുന്ന ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്സിലാവട്ടെ കേട്ടോ. ജസ്റ്റ് സീൻ വിസിറ്റ് ചെയ്തു, സീനിലെല്ലാം ഒന്ന് ഗാർഡ് ചെയ്യുക. ബാക്കി നടപടികളിലേക്ക് പോകുന്നുണ്ട്. ആറന്മുളയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടവർ അവരുടെ നടപടികൾ ഉണ്ട്. ആ നടപടികൾക്ക് ശേഷം കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓൾറെഡി ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. രണ്ടാമത്തെ ഇപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. കോയിപ്പുറം കരുവാൻകുഴിയിലെ നാട്ടുകാർക്ക് അവിശ്വസനീയമായിരുന്നു ഈ കഥകൾ. മാധ്യമങ്ങളിലെ വാർത്ത കണ്ടാണ് തൊട്ടടുത്ത വീട്ടിൽ നടന്ന ക്രൂരത അയൽവാസികൾ പോലും അറിയുന്നത്. ഇത്രയും ക്രൂരമായ മർദ്ദനം നടന്ന വീടും പരിസരവും മാതൃഭൂമി ന്യൂസാണ് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഈ ഒരു കൊച്ചു വീട്ടിൽ അടച്ചുറപ്പില്ലാത്ത കെട്ടിടത്തിനുള്ളിൽ എങ്ങനെയാണ് പുറം ലോകമറിയാതെ ഈ ക്രൂരകൃത്യം നടത്തുക എന്നതായിരുന്നു ആദ്യ സംശയം. വീട്ടിലെ കിടപ്പുമുറിയുടെ മുകളിൽ കണ്ട CCTV ക്യാമറയിലും ദുരൂഹതയേറി. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വേലാണ്. അത് ഈ ആഭിചാരക്രിയയുടെ ഭാഗമായോ പൂജയുടെ ഭാഗമായോ വീട്ടിൽ സ്ഥാപിച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതിക്കാരനായ റാന്നി സ്വദേശി പറഞ്ഞത് ഈ വീട്ടിൽ ആഭിചാരം നടക്കുന്നുണ്ട് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ചില കാഴ്ചകൾ അദ്ദേഹത്തിന് നേരിൽ കണ്ടു എന്നുള്ളതാണ്. അതെ, ഒരു ക്യാമറ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് ബെഡ്റൂമിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വെച്ചതാണോ എന്നതിനെക്കുറിച്ച് അറിയുകയില്ല. എന്തായാലും അതിൻ്റെ ലക്ഷ്യം ബെഡ്റൂമിന് സമീപത്തെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ളത് ഇനിയും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഒരുപക്ഷെ ഇവിടെ എത്തിക്കുന്ന ആളുകളെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോടൊപ്പം തന്നെ CCTV ക്യാമറയിലൂടെ പകർത്തുക ആണോ ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ദൃശ്യങ്ങൾ, അതായത് ഈ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമെങ്കിൽ ഇവിടെ നേരെ എതിർവശം എന്നുള്ളത് ഭിത്തിയാണ്. പരിപൂർണമായി ഭിത്തിയിലേക്കുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് നേരെ ഈ ഭാഗത്തേക്ക് തിരിച്ചിരുന്നെങ്കിൽ ബെഡ്റൂമിലെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി വെച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് ഒരുപക്ഷെ പ്രവർത്തനക്ഷമമായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊടി പിടിച്ച് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലുമാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് അടക്കം പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ പൊസിഷനിൽ ലഭ്യമാകുക എന്നുള്ളത് ഭിത്തിയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ CCTV ക്യാമറ പ്രവർത്തനക്ഷമമാണെങ്കിൽ പോലും ലഭ്യമാകുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ വീട് കാണുമ്പോൾ വീടെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരു വീടല്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് പണിതതാണ്. ആസ്പെറ്റോ ഷീറ്റൊക്കെ കൊണ്ട് 2 മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീടാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീടാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല. അത്രമേൽ അലങ്കോലമൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് മാത്രവുമല്ല, ഇതൊരു കോളനി കൂടിയാണ്. വീടുകളൊക്കെ ധാരാളം അടുത്തടുത്തൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു അതിക്രൂരമായൊരു പീഡനം, പ്രത്യേകിച്ച് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലറൊക്കെ അടിക്കുമ്പോൾ എത്രത്തോളം ക്രൂരമായ വേദനയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയൊക്കെ ഒച്ചയുണ്ടാവുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ കേട്ടില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. വളരെ ഒരു സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം ഇവരെന്നാണ് ഇവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രവുമല്ല, ജയേഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഇവിടെ താമസിക്കാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ ജയേഷ് ഈ നാട്ടുകാരുമായിട്ടൊന്നും
യാതൊരുവിധമായ ബന്ധവുമില്ല എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ആ വീടിനോട് ചേർന്ന് ഈ നമ്മൾ സാധാരണ ബോക്സിങ്ങിനൊക്കെ പരിശീലിക്കുന്ന ഒരു നമ്മൾ കെട്ടിത്തൂക്കിയിട്ട് ഇടിക്കുന്ന ആ ഒരു ഉപകരണമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് എവിടെയാണ് കെട്ടിത്തൂക്കുക എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. കാരണം വീടിൻ്റെ ഉത്തരത്തിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ ഒന്നും തന്നെ അങ്ങനത്തെ ഒരു കെട്ടിത്തൂക്കി പരിശീലനം നടത്താൻ പറ്റുന്നൊരു സംവിധാനമൊന്നും ഈ വീടിൻ്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വീടുകൾക്ക് നടുവിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങി വരും. നടവഴിയേ ഉള്ളൂ, വാഹനങ്ങളൊന്നും കടന്നു വരാൻ പറ്റുന്നൊരു വഴിയല്ല. പക്ഷേ ജയേഷ് പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറുവശത്തെ ഒരു വഴിയാണ്. ഈ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, വളരെ വലിയൊരു റബ്ബർ എസ്റ്റേറ്റാണ്. ആ റബ്ബർ എസ്റ്റേറ്റ് വഴി ആയിരുന്നു ജയേഷും രശ്മിയും ഒക്കെ കടന്നു വന്നിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ നടവഴി കാണാം, ആ നടന്നു വരുന്ന ഒരു നടവഴി കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് ദൂരെ റോഡും കാണാൻ സാധിക്കും. അവിടെ ബൈക്ക് വെച്ചിട്ട് നടന്നായിരുന്നു ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നത്, പ്രത്യേകിച്ച് ജയേഷും രശ്മിയൊക്കെ ഈ വീട്ടിലേക്ക് വന്നിരുന്നത് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. അവിടെ എത്തിയ ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് ജയേഷും രശ്മിയും ആരായിരുന്നു എന്നായിരുന്നു. അധികം ആരുമായും അടുപ്പം പുലർത്താത്ത വിചിത്ര സ്വഭാവമുള്ള രണ്ടു മനുഷ്യരുടെ കഥയാണ് നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത്. അവള് പഞ്ചപാവം പോലെ അവള് നടക്കുന്നു, ഒരു മനുഷ്യരോട് മിണ്ടത്തില്ല. അവനും അതുപോലെ ഒരുത്തരോടും മിണ്ടത്തില്ല. മിണ്ടുമായിരുന്നു അങ്ങേ വീട്ടില്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടും അവള് മിണ്ടത്തില്ല. പിന്നെ അവർ അമ്മ അച്ഛനും ഉണ്ടായ സമയത്ത് മിണ്ടുക സംസാരിക്കുക. അവർ അമ്മ അച്ഛനും മരിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ഇവനും കൂടെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളോട് അങ്ങനെ സഹകരിക്കത്തൊന്നുമില്ല. നിങ്ങളോടൊക്കെ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളാണെന്ന് നിങ്ങളുടെ പണ്ട് നേരത്തെയൊക്കെ കൊച്ചു പിള്ളേരെന്നപ്പോൾ സഹകരിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്ത്. ഇപ്പം അവൻ ജോലിക്കൊക്കെ ഈ കല്യാണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഇതായി കഴിഞ്ഞ് മിണ്ടത്തുമില്ല, ഞങ്ങളോട് സംസാരിക്കത്തുമില്ല. ഇതിൽ പോയാൽ പോലും നോക്കത്തൊന്നുമില്ല, ആരോടും മിണ്ടത്തില്ല. വാർത്ത വിവരം അറിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു ഞെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഇത്രയും നമ്മുടെ ഇത്രയും നടന്നെന്നുള്ളത് പ്രദേശമാകുമ്പോൾ നമുക്കൊരു ഞെട്ടൽ വരും, ഉണ്ടാവും. രശ്മി ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിട്ടുണ്ടോ രശ്മിയുമായിട്ട്? ഇല്ല, ഞാൻ മിണ്ടിയിട്ടില്ല ഇന്ന് വരെ. അതിനോട് മിണ്ടിയിട്ട് പോലും ഇന്ന് TV-യിലാണ് ഞാൻ അതിനെ ആദ്യമായിട്ട് കാണുന്നത് പോലും, ശരിക്കൊന്ന് കാണുന്നത്. അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിള്ളേരെ പിന്നെ ഇവൻ വണ്ടിയിലൊക്കെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. ആരോടും മിണ്ടത്തൊന്നുമില്ല. അങ്ങനെയുള്ള അല്ല, ഞങ്ങൾ സഹകരണമില്ല. ഞങ്ങളൊക്കെ ഇവിടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരുമായിട്ട് ഒരു സഹകരണം മിണ്ടിയിട്ട് പോലും ഇല്ല ഇന്ന് വരെ. നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന ആളായിരുന്നു രശ്മി. എപ്പോഴും രശ്മി ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. 24 മണിക്കൂറും അവിടെ ചെവിയിൽ ഇങ്ങനെ ഫോണുണ്ടാകും. അപ്പോൾ രാവിലെ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അതിലെ കൂടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ജോലി വല്ലതാണ് അവർക്ക് ഈ ജയേഷ് എന്ന് പറയുന്നവനും ഇവർ കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചർമാരപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഇങ്ങനെ സ്കൂളിൽ ചെന്ന് തിരക്കിയാൽ ഇതൊക്കെ തന്നെ അവർ പറയത്തുള്ളൂ. അപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറയിലൊരു വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പൊതിച്ചോറിന് ഇവളെന്നും പോയി സഹായിച്ച് കൊടുക്കാറുണ്ട്. ദിവസം രാവിലെ പോകും അങ്ങോട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആ വീട്ടിൽ സഹായിക്കാൻ പോകുമായിരുന്നു. വൈകിട്ട് തിരിച്ചൊരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് കയറി വരും. ഈ വാർത്തയിൽ വരുന്ന സംഭവങ്ങളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ സംശയിക്കത്തക്ക തരത്തിലുള്ള മുൻപ് എന്തെങ്കിലും അനുഭവങ്ങൾ? ഇല്ല, നേരത്തെ ഒന്നും അറിയത്തില്ല കുഞ്ഞ്. ഇതിപ്പോൾ പെട്ടെന്നുള്ളത് ആരോടും അറിയുന്നില്ല. ഇവിടെ പാവങ്ങളൊന്നും വരുന്നില്ല. ഇവർ രണ്ടുപേരും ഉള്ളല്ലോ ഈ ഒരു കോണിലല്ലേ, ആരും ശ്രദ്ധിക്കും. ഞങ്ങളെല്ലാം ജോലിക്ക് ഇറങ്ങി പോകുന്നവരാ, രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു. ഞങ്ങൾ ഇച്ചിരി കുറച്ച് മാറിയ ഈ വാർത്ത കാണുമ്പോഴത് ഞങ്ങളും ഓടിയോ ഇതെന്തോ പറ്റി എങ്ങനെയാണെന്നുകൊണ്ട് ഞങ്ങളും എല്ലാവരോടും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവരെ ഒരു മനുഷ്യരുമായിട്ട് സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോകും, വരും. ഞങ്ങളോട് പോലും മിണ്ടത്തില്ല. ഞങ്ങളടുത്തൊക്കെയാണ്, ഒരു സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. ഒരു ഇതില്ല, ഇവര് കുടുംബം മാത്രം, അങ്ങനെയുള്ളൂ. അല്ലാതെ ആരോടും ഒരു സഹകരണമില്ല. ഇവര് രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ? രണ്ടുപേരും അവരുടെ കുഞ്ഞുങ്ങളുമേ ഉള്ളൂ. അവരുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി. പിന്നെ ചേട്ടനും ഒരു അനിയനും ഉണ്ട്. അവരെവിടാ താമസിക്കുന്നതൊന്നും ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നേരത്തെ ഇവിടെ ഈ പിള്ളേ കൊച്ചു ഗർഭിണിയായിരുന്നപ്പോഴും പിള്ളേരൊക്കെ ഉള്ളപ്പോഴും ഇവിടെ ഇഞ്ചക്ഷൻ്റെ പറയാനും കൊടുക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും, സാമ്പ്രാണി തിരിയുടെ മണം അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ വന്ന് നമ്മുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ വഴി വെച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ പോളിയോ കൊടുക്കാനൊക്കെ ആണെങ്കിലും വന്ന് അവിടെ വന്ന് കുറവൻകുഴി സബ് സെൻ്ററിൽ അവിടെ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇട്ട് ആളുകളെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ശബ്ദമൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കാറോ? അങ്ങനെ ഇല്ല, ശബ്ദം ഒന്നും നമ്മളിങ്ങോട്ട് ഈ മറയൊക്കെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കാതിരിക്കാനൊക്കെയാന്ന് തോന്നുന്നു, കാണാതിരിക്കാൻ മറയൊക്കെ ഇവിടെ കെട്ടി വെച്ചേക്കുന്നത്. പിള്ളേരൊക്കെ ഇവിടെ ഉള്ളുമ്പോൾ പിടിയും വലിയും പിള്ളേരെ അടിക്കുകയൊക്കെ സൗണ്ട് കേൾക്കും. അല്ലാതെ അങ്ങനെ ഒന്നും നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ഈ തോട്ടം വഴി ഇനിയും വന്നോ ഇനിയും ഉപദ്രവിക്കുന്നതൊന്നും ഞങ്ങൾ കേട്ട് ഒന്നുമില്ല.
പിന്നെ ഇവൻ എപ്പോഴും ഫോൺ വിളിക്കുകയോ ഉറക്കെ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതേ കേട്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഇത്രയും പ്രശ്നം നടന്ന് നമ്മൾ ടി വിക്കകത്തൂടെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ നടന്നോന്ന് ഞങ്ങൾ ഈ ഇപ്പോൾ ഓർക്കുന്ന ഈ ഇത് ടി വിക്കകത്തൂടെ കണ്ടപ്പോഴാണ്. രശ്മിയുടെ കുടുംബം വർഷങ്ങളായി ആ നാട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന് ചില ആഭിചാര പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് ചിലർ പറയുന്നു. ചിലർ ആഭിചാരത്തിന്റെ സ്വന്തം അനുഭവം നേർസാക്ഷ്യമായി വിവരിച്ചു. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അവർ പളനിക്കൊക്കെ ഞങ്ങൾ പളനിക്ക് ടൂറ് വിടുമായിരുന്നു. ആ വണ്ടിയിൽ ഇവർ പളനിക്ക് വരികയും അവർ നല്ല ഭക്തയായിരുന്നു ആ സ്ത്രീയെ. എന്നാലും അവർക്ക് ഈ ആഭിജാത്യ ക്രിയകളുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ കാരണം എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി. ഞാനൊരു ദിവസം ടാപ്പിങ്ങിന് പോയിട്ട് വരുമ്പം എൻ്റെ മരുമോൻ അന്നുണ്ടായിരുന്ന സമയമാണ്, വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഹോളിലൊരു പായിട്ടിട്ട് അതിലിവനെ ഇങ്ങനെ കിടത്തിയേക്കുവാ എൻ്റെ മരുമോനെ. അപ്പോൾ എൻ്റെ മകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പാടി ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇവൻ്റെ ദേഹത്തോട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യുക, എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. അത് ഇവന്റെ ശരീരത്തിൽ ഏതാണ്ട് ഒരു ഇതുണ്ട്, ബാധ കയറിയെന്നോ ഏതാണ്ടുണ്ട്, അത് മാറ്റുവാന്ന് പറഞ്ഞു. ഞാൻ ഇവനെ എഴുന്നേക്കടാന്ന് പറഞ്ഞു, മരുമോനാ എഴുന്നേക്കടാന്ന് പറഞ്ഞു. അവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എഴുന്നേക്ക്, നിനക്ക് ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒഴിപ്പിച്ചോളാം, നീ ഒഴിപ്പിക്കണ്ട, നീ ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഞാൻ ഇറക്കി വിട്ടു. നമ്മുടെ വീട്ടിലോ അമ്മയുടെ വീട്ടിൽ വെച്ചോ? വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിവിടെ ഇറക്കി വിട്ടു. ഇനി മേലിൽ ഇവിടെ ഇങ്ങനെ ഒരു പേരും പറഞ്ഞ് കയറിയേക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി. അവൻ്റെ അമ്മ വലിയ പൂജാരിയായിരുന്നു. ഇതുപോലെ ക്ഷുദ്രപ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. ആ ഇത് കണ്ടല്ലേ മക്കളും വളർന്നത്. ആ രീതിയാണ് അവനും അങ്ങനെ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം അവൻ്റെ തള്ളയെക്കുറിച്ച്. എല്ലാം തന്നെ തള്ളയത് കാണാതെ പെട്ടെന്ന് പോയതും കാര്യമായി. അവർ മരണപ്പെട്ടു പോയി. അല്ല ഇപ്പം അവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയം കഴിഞ്ഞതായിരുന്നു. പിന്നെ ദൈവനമ്പരാൻ അവരെ നേരത്തെ അങ്ങ് വിളിച്ചു. പക്ഷേ അവരാ കാണിക്കുന്ന ക്ഷുദ്രത്തിൻ്റെ എല്ലാ പരിപാടികളും ഇപ്പോൾ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. രശ്മിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുള്ളതായിട്ട് സൂചനയുണ്ടോ? അവൾ അങ്ങനെ മനുഷ്യർ പെണ്ണുങ്ങളോട് ആരോടും മിണ്ടത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേരെ കൊണ്ട് അംഗൻവാടി പോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്ന, അല്ലാതെ അവളും നമ്മളോടൊന്നും വലിയ മിണ്ടാട്ടമൊന്നും കാര്യമില്ല. പിന്നെ ചെറുക്കൻ നല്ല പയ്യനായിരുന്നു. നേരത്തെ ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഒക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ നല്ല പയ്യനായിരുന്നു. ഇവളെ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ഇവൻ ഇത്തിരി സ്വഭാവക്കാരനായത്. ഇവരങ്ങനെ കൂടുതലായിട്ട് ആരുമായിട്ട് സഹകരണമില്ല. ഒരു അച്ഛനുള്ളപ്പോഴും അമ്മയുള്ളപ്പോഴും പിന്നെ ഇവരൊക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാമായിരുന്നു. പക്ഷെ നമ്മളാരും ഇങ്ങോട്ട് ആരുമായിട്ട് ഇവർ ബന്ധമില്ലാത്തടത്ത് നമ്മളിവിടെ കയറി വരാൻ പറ്റത്തില്ലല്ലോ. ആരോടും ഒരു വിധത്തിലും ഒരു സഹകരണം ഇല്ലാത്തവരവർ. അപ്പം നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ തലയെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഈ ദേശം എന്ന് പറഞ്ഞാൽ ഒരു മറ്റു വൃത്തികെട്ട രീതി ജീവിച്ചവരല്ല. അപ്പോഴും തിരുവോണത്തിന് ആ വീട്ടിൽ നടന്ന ക്രൂരകൃത്യം ആരും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജയേഷിനൊപ്പം ചിലർ ആ വീട്ടിൽ വന്നത് കണ്ടിരുന്നുവെങ്കിലും അതിഥി സൽക്കാരമെന്നാണ് പലരും ധരിച്ചത്. ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ടു. നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്ന് അവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് വിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ. തിരുവോണത്തിന്റെ അന്ന് കണ്ടില്ല, തലേദിവസം അവര് റോഡിലൊക്കെ വലിയ വെള്ളവടിയൊക്കെ ഉണ്ടായ ടീമുകളൊക്കെ ആയിരുന്നു. അമ്മാരി കൊണ്ടിരിക്കൊക്കെ മദ്യച്ച് നമ്മളങ്ങനെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ കണ്ടിട്ടുമില്ല. ചെറുക്കൻ കുടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവള് ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. ഇവള് പഞ്ചപാവായിരുന്നു. പക്ഷെ ഇവിടെ രംഗം ഇപ്പോഴറിയത് പുറത്തിറങ്ങി ഇവിടെ എല്ലാവരും കണ്ടാ മിണ്ട പൂച്ചാരും മിണ്ടാതെ പോകുമ്പോൾ അമ്മി വെള്ളവും കൊണ്ട് ഓടി വരുന്നത്. പോലീസിന്റെ അതിവിദഗ്ധമായ അന്വേഷണമാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിച്ചത്. അപകടകാരികളായ സൈക്കോ ദമ്പതികളെ അഴിക്കുള്ളിലെത്തിച്ചത്. പരിക്കേറ്റ റാന്നി സ്വദേശി പോലീസിനോട് ആദ്യം പറഞ്ഞത് കള്ളമായിരുന്നു. ആ കള്ളത്തിൽ നിന്നാണ് പോലീസ് സത്യം അരിച്ചെടുത്തത്. ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുമ്പോൾ റാന്നി സ്വദേശി പറഞ്ഞത് കാമുകിയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുപേക്ഷിച്ചു എന്നാണ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. യുവാവിന്റെ മൊഴിപ്രകാരം കോഴഞ്ചേരിയിലെ കാമുകിയുടെ ബന്ധുക്കളായ 5 പേർ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുപേക്ഷിച്ചു എന്നായിരുന്നു. ആ 5 പേരായിരുന്നു എഫ്ഐആറിലെ ആദ്യ പ്രതികൾ. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസിന് ഒരു കാര്യം മനസ്സിലായി: യുവാവ് പറയുന്നതെല്ലാം കള്ളമാണ്. ഇതോടെ യുവാവിന്റെ കാമുകിയെ ചോദ്യം ചെയ്തു. കാമുകി പറഞ്ഞ വിവരത്തിൽ നിന്നാണ് തുമ്പ് കിട്ടിയത്. യുവാവിന്റെ കൂട്ടുകാരനായ ജയേഷ് തന്നെ കാണാൻ വന്നിരുന്നുവെന്നും തന്നെ യുവാവിന്റെ അടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നുവെന്നും യുവതി മൊഴിയിൽ പറയുന്നു. തുടർന്ന് ജയേഷിനൊപ്പം ചെറുകോലിലെത്തിയപ്പോൾ അവിടെ കാത്തുനിന്നത് ജയേഷിന്റെ ഭാര്യ രശ്മിയാണ്. രശ്മിയും യുവാവും തമ്മിൽ അവിഹിത ബന്ധമാണെന്നും ചില വീഡിയോ അയാളുടെ പക്കലുണ്ടെന്നും അത് തിരികെ കിട്ടാൻ കാമുകിയെ എത്തിച്ചു നൽകിയാൽ മതിയെന്നും ജയേഷ് പറഞ്ഞു.
യുവാവിനെപ്പറ്റി കുറ്റങ്ങൾ പറഞ്ഞ ശേഷം ആ ബന്ധം ഉപേക്ഷിക്കാനും ഉപദേശിച്ചു. അത് കേട്ട് മടങ്ങിയെന്നാണ് കാമുകി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസ് ജയേഷിനെയും ഭാര്യയെയും തേടിയെത്തി. ചോദ്യം ചെയ്തപ്പോൾ ജയേഷ് പറഞ്ഞത് പരസ്പര വിരുദ്ധ കാര്യങ്ങൾ. വിശദമായ ചോദ്യം ചെയ്യലിൽ തിരുവോണ ദിവസത്തെ മർദ്ദനത്തിന്റെ കഥ പറഞ്ഞു. മാത്രമല്ല, റാന്നി സ്വദേശിക്കൊപ്പം ആലപ്പുഴക്കാരനായ യുവാവിനെയും സമാന രീതിയിൽ അതിന് തലേ ദിവസം മർദ്ദിച്ച കാര്യവും തുറന്നു പറഞ്ഞു. വീണ്ടും മർദ്ദനമേറ്റ റാന്നി സ്വദേശിയെ കണ്ട് പോലീസ് ചോദിച്ചപ്പോൾ ജയേഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അയാൾ പോലീസിന് മുമ്പിൽ വിവരിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റാന്നി സ്വദേശിയുടെ ബന്ധുവും അടുത്ത സുഹൃത്തുമാണ് ആലപ്പുഴ സ്വദേശിയായ 19-കാരൻ എന്ന് വ്യക്തമായി. അയാൾക്കും രശ്മിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. റാന്നിക്കാരനോടുള്ള അതേ പ്രതികാരമാണ് ആലപ്പുഴക്കാരനോടും ചെയ്തതെന്നും ജയേഷ് മൊഴി നൽകിയിട്ടുണ്ട്. പരാതിക്കാർ 2 പേർ, ആലപ്പുഴ കാവാല സ്വദേശി 19-കാരനും റാന്നി സ്വദേശി 30-കാരനും. ഇരുവരും അടുത്ത ബന്ധുക്കൾ. ഇരു യുവാക്കൾക്കും രശ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു. മാത്രമല്ല, ജയേഷ് മുൻപ് ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂരുവിൽ ഇരുവരും ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരുമാണ്. 2 ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ ക്രൂരകൃത്യത്തിന്റെ കൃത്യമായ തെളിവുകളാണ്. ജയേഷ് യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ചിത്രീകരിച്ചത് രശ്മിയാണ്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. അത് കണ്ട മാത്രയിൽ തന്നെ മജിസ്ട്രേറ്റ് ഇരുവരെയും റിമാൻഡ് ചെയ്തു. അത്രയും ക്രൂരമാണത്. സമീപകാലത്തിറങ്ങിയ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണത്രേ ഈ ക്രൂരത അത്രയും കാണിച്ചത്. കാര്യങ്ങൾ ഏതാണ്ടെല്ലാം തിരിഞ്ഞ ശേഷമാണ് പോലീസ് ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഒട്ടും കൂസലില്ലാതെ ചെയ്ത കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിൽ വിവരിച്ചു കേസിലെ 1-ാം പ്രതി. 2-ാം പ്രതി രശ്മിയെ സ്ഥലത്ത് കൊണ്ടുവന്നില്ല. ആരെയും അലോസരപ്പെടുത്താത്ത നിശബ്ദനായ അയൽവാസി, മനസാക്ഷിയില്ലാത്ത സൈക്കോ കുറ്റവാളി എന്ന തിരിച്ചറിവിൽ തരിച്ചു നിന്നു ആ നാട്ടുകാർ. അവർ ഇന്ന് കണ്ടത് തീർത്തും അപരിചിതനായ ജയേഷിനെയാണ്. കല്യാണം കഴിച്ചേച്ച് വന്ന ഒരു വരനെ പോലുണ്ട് അവനെ നോക്കണ്ടിട്ട്. അവൻ ഹാപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അവൻ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ 2 കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക് ഇപ്പം വന്നേക്കുന്നത്. ജയേഷിനോട് ഞാൻ ചോദിച്ചല്ലോ, നീ ഈ കോളനിക്കകത്ത് ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയല്ലോടാ നീ എന്ന് ചോദിച്ചു. പോലീസുകാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. അവന് തല കുനിച്ചങ്ങ് പോവുമായിരുന്നു. പക്ഷേ അയ്യോ, ഇത് എന്തൊരു ഭയങ്കര അത്ഭുതമായി. ഇവനെ ഇനി പുറം ലോകം കാണിക്കാതെ ഇരുന്നാൽ നല്ല കാര്യം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഇനി ഇവിടെ ഈ കൊച്ചു കുട്ടികളൊക്കെ വളരുമല്ലേ. നമ്മുടെ പിള്ളേരെയും പിടിച്ചോണ്ട് പോകുകയില്ലെന്ന് നമുക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ കോളനിയിൽ വളരുന്ന കൊച്ചു 8ലും 10ലും പഠിക്കുന്ന പിള്ളേരുണ്ട്. ഈ കൊച്ചുങ്ങളെ ഇതുപോലെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ് മയക്കി കൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതുപോലെ അറിയുന്നത്. അറിയത്തില്ല. ഇത്രയും വലിയ സംഭവം ഇതുവരെ നടന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. ഇത്രയും ജനം ഇന്നിവിടെ കൂടിയല്ലോ. ഈ ജനങ്ങളിൽ ആരെങ്കിലും ഒരാളറിഞ്ഞോ? മാധ്യമങ്ങളിൽ കൂടിയാണ് അറിഞ്ഞത്. കാര്യങ്ങൾ വ്യക്തമാണ്. അടുത്ത സുഹൃത്തുക്കളായ 2 പേർ. അതിലൊരാൾ മറ്റൊരാളുടെ ഭാര്യയെ വശീകരിക്കുന്നു, ബന്ധമുണ്ടാക്കുന്നു. ആ സൗഹൃദം മറ്റൊരു കൂട്ടുകാരന് കൈമാറുന്നു. സുഹൃത്തിന്റെ ചതി തിരിച്ചറിയുന്ന ഭർത്താവ് പ്രതികാരദാഹിയാകുന്നു. പിടിക്കപ്പെട്ടപ്പോൾ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങിയ ഭാര്യയുടെ സഹായത്തോടെ ആ 2 പേരെയും അതിക്രൂരമായി ശിക്ഷിക്കുന്നു. അതാണ് പത്തനംതിട്ടയിൽ കണ്ടത്. പോലീസിന് മനസ്സിലായതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുവരെ കാത്തിരിക്കാം.